തിലകൻ എന്ന സംവിധായകനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓമന ചേച്ചിയും പറഞ്ഞാണ് തിലകൻ എന്ന സംവിധായകനെ പറ്റി നമ്മൾ അറിയുന്നത്. ഇനിയൊരു കുടുംബാംഗം എന്ന നിലയിൽ ഇനി ഈ വേദിയിലേക്ക് എത്തുന്നത് തിലകൻ ചേട്ടൻ്റെ സഹോദരനായ ശ്രീ കെ ശശിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഇന്ദിരയുമാണ്. രണ്ടുപേരും ന്യൂയോർക്കിൽ ജോലിയുമായി അവിടെ സ്ഥിരതാമസമുള്ള ആളുകളാണ്. ഈ സമാഗം എന്ന പരിപാടിക്ക് വേണ്ടി മാത്രം അവർ ഇവിടെ എത്തിയതാണ്. അവരെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. തിലകൻ ചേട്ടൻ്റെ ഏക സഹോദരനാണല്ലോ, ഒറ്റ സഹോദരനല്ലേ ഉള്ളൂ. പിന്നെ സഹോദരിമാരാണ്. 4 സഹോദരിമാരും ഒരു സഹോദരനാണ് എനിക്കുള്ളത്. ആ ബാല്യകാല ഓർമ്മകൾ എന്തൊക്കെയാണുള്ളത് തിലകൻ ചേട്ടനെ കുറിച്ചുള്ള? ബാല്യകാല ഓർമ്മകളധികം ഇല്ല. അദ്ദേഹം പുറത്തും ഞാനകത്തുമായിരുന്ന ഒരു സ്ഥിതിയാണ് ഞങ്ങളുടെ കുടുംബത്തുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നടനെന്ന നിലയിൽ ചേച്ചിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു തിലകൻ ചേട്ടനെ? അങ്ങനെ പരിചയമില്ല, കേട്ടിട്ടുണ്ട്. അന്നൊക്കെ തിലകൻ ചേട്ടൻ നാടകത്തിൽ അറിയപ്പെടുന്ന നടനാണ് അല്ലേ? അതെ. എന്താണ് ഒരു സഹോദരൻ എന്ന നിലയിൽ തിലകൻ ചേട്ടൻ എങ്ങനെയായിരുന്നു? എനിക്ക് അച്ഛനേക്കാൾ പേടിയായിരുന്നു പുള്ളിക്കാരൻ. കൂടുതൽ ശിക്ഷയൊക്കെ നമ്മളോട് ചെയ്തിരിക്കുന്നത് അണ്ണാണ്. ശരി. അപ്പോൾ അതുകൊണ്ട് പേടിയായിരുന്നു. എന്തെങ്കിലും കുഴപ്പം കാണിക്കുമ്പോഴല്ല, വെറുതെ പിടിച്ച് നിർത്തുക. പിടിച്ച് തലയ്ക്ക് അസുഖം ഉണ്ടെങ്കിലേ നിർത്തും. അതെ അതെ. എന്തെങ്കിലും കുഴപ്പം ഇവിടെ കാണിക്കുമ്പോൾ ഇങ്ങനെ വരാൻ പറയും, ഇവിടെ ഒറ്റക്കാലം നിൽക്കാൻ പറയും, ഒരു കാലം പൊക്കി നിൽക്കാം. ഈ ഒരു നടനെന്ന നിലയിൽ എങ്ങനെയാണ് സ്വന്തം ചേട്ടനായിട്ട് ഒരു നടനെന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? നടനുള്ള രീതിയിൽ ഒരു നല്ല നടനാണ്. പല പ്രകടനങ്ങളൊക്കെ ഉള്ള ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പുള്ളി അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ പല സമയങ്ങളിൽ. പ്രത്യേകിച്ച് ആ പെരുന്തച്ഛനുള്ള പടം, ഋതുഭേദം, ഈ 2 പടങ്ങൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പടങ്ങളാണ് പുള്ളിയുടെ. എല്ലാ പടങ്ങളൊന്നും പുള്ളി പറയുന്ന പോലെ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉദാഹരണമായിട്ട് കാട്ടുകുതിരയൊക്കെ വളരെ പോപ്പുലറായിരുന്നില്ല, എനിക്കത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. ചില ഭാഗങ്ങളിലൊക്കെ ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്യണം. ഓവർ ആക്റ്റും എനിക്ക് തോന്നിയിട്ടുണ്ട് കാട്ടുകുതിരയിലൊക്കെ. കാട്ടുകുതിര അങ്ങനെ തോന്നാൻ കാരണം ഈ ചേർത്തല ഭാഗത്തുള്ള സ്ലാങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടങ്ങളിൽ അങ്ങനെ ഓവറായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. തിലകൻ ചേട്ടൻ പണ്ട് നാടകത്തിൽ ഒരുപാട് പേര് വളരെ നാടകീയമായി അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്റ്റേജിൽ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിരുന്ന അന്നത്തെ ഒരു ആക്ടറായിരുന്നു. ഞാൻ വെറും ബിഹേവ് ചെയ്യാണ് പതിവ്. ശബ്ദത്തിലൊക്കെ ഭാവം കൊടുത്തിട്ട് മറ്റുള്ള ഇപ്പോൾ ഫിസിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ബിഹേവിയറിന് മാത്രം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെയൊക്കെ കാലത്തിന് മുമ്പുള്ള നസീറിൻ്റെയൊക്കെ കാലഘട്ടം നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് പഠിപ്പിച്ച് ഓർമ്മിച്ച് പ്രത്യേക ചട്ടക്കൂട്ടിൽ നിന്നുള്ള സംസാര രീതികളൊക്കെ ആയിരുന്നു. അവരുടെ കാലഘട്ടം വന്നതിന് ശേഷം അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഒരുപാട് നാച്ചുറലായിട്ടുള്ള രീതികളും മോഹൻലാലിൻ്റെ ആ മുണ്ടുടുപ്പുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സ്റ്റൈലും സിനിമ പണ്ട് മമ്മൂട്ടിയുടെയൊക്കെ ആ രീതികൾക്കൊക്കെ അങ്ങനെയാണ് അവർക്ക് കൂടുതൽ പോപ്പുലാരിറ്റി വന്നതാണ് എൻ്റെ തോന്നൽ. നാട്ടിലെ നടപ്പിന് പറ്റിയ രീതിയിലുള്ള ചില പ്രകടനങ്ങൾ വന്നതായി ഡ്രാമറ്റൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇമ്പ്രസീവായിട്ട് വരാൻ കാരണം അതായിരിക്കും. ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ